മായ ശ്രീമതി ബിന്ദു കൃഷ്ണ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ്, KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് കൊല്ലം നിയോജകമണ്ഡലത്തിലെ 2 ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ശ്രീ രാധാകൃഷ്ണൻ്റെയും സുരേഷിൻ്റെയും നേതൃത്വത്തിൽ ഈ ഉപവാസം 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസം നടത്താൻ ഇടയായ സാഹചര്യം സ്വാഗത പ്രാസംഗികനും അധ്യക്ഷയും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടുത്തെ MLA ശ്രീ മുകേഷ്, അദ്ദേഹം ഒരു സർവകലാ വല്ലഭനാണ് എന്ന് തെളിഞ്ഞൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ പ്രദേശത്തിന് പറ്റിയ ആളല്ല എന്നുള്ള ജനങ്ങളുടെ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സമരത്തിനിവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ മുകേഷ് സ്ഥാനാർത്ഥിയായി വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ഡൈവോഴ്സ് ചെയ്ത സരിത മുകേഷിനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സദസ്സിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ പറഞ്ഞതിൻ്റെ ഒരു ഏകദേശ രൂപം ഈ സ്ത്രീകളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞ പ്രത്യേകതര ആക്ഷൻ ഉണ്ടാവുന്നതാണ്. ഏതായാലും ആക്ഷൻ കൂടി കൂടി ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സിനിമാ രംഗത്ത് വന്നവരാണ്. അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഉപേക്ഷിച്ചു പോയി. അപ്പോഴാണ് അദ്ദേഹം 2ാമത് വിവാഹം കഴിക്കുന്നതും. അദ്ദേഹം 2016 സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഇന്ന് സൂരജ് രവി ഇവിടെയുണ്ട്. പക്ഷെ അന്ന് എല്ലാ സ്ഥാനാർത്ഥി പര്യടന വേളയിലും ജനങ്ങളോട് വ്യക്തിപരമായി അദ്ദേഹം വോട്ട് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യ മേതിൽ ദേവി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായി. ഒരുപക്ഷെ സരിതാ സംഭവങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരിക്കാം അപ്പോഴത്തെ ഭാര്യയുമായി അദ്ദേഹം എല്ലായിടത്തും സഞ്ചരിച്ചു. എന്നാൽ ബിന്ദു കൃഷ്ണയുമായിട്ടുള്ള മത്സരത്തിന്റെ സമയം വന്നപ്പോ മേതിൽ ദേവിയെ കാണാനില്ല. ഇതാരും അധികം ശ്രദ്ധിച്ചില്ല. കാരണം 5 വർഷം MLA ആയിരുന്നാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ തനിച്ച് വോട്ട് ചോദിക്കാതെ വിചാരിച്ചിട്ടായിരിക്കുന്നതാണ് ജനം കരുതുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തുകൊണ്ട് മേതിൽ ദേവിയും പറഞ്ഞു, ഇനി ഇയാളുമായിട്ട് കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ ഒഫീഷ്യലായിട്ട് തന്നെ 2 ഭാര്യമാർ ഒഴിഞ്ഞുപോയി. ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശ്രീ പിണറായി വിജയനാണ്. നിങ്ങൾ ആദ്യം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്? 10 വർഷം ഇവിടെ MLA ആയിരുന്ന PK ഗുരുദാസൻ 5 കൊല്ലം മന്ത്രിയായിരുന്ന ആളാണ്. അത് MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒഴിഞ്ഞപ്പോൾ ഒരു വീട് പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അദ്ദേഹം സമ്പാദിക്കാനല്ല തന്റെ സ്ഥാനം വിനിയോഗിച്ചു. അവസാനം പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വീടുണ്ടാക്കിയത്. അങ്ങനെയുള്ള ഗുരുദാസ് പ്രതിദാനം ചെയ്ത നിയോജക മണ്ഡലത്തിനെയാണ് സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ മുകേഷിനെ ഇവിടെ സ്ഥാനാർത്ഥിയാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ആദ്യ ടേം കഴിഞ്ഞ് 2ാമത്തെ ടേമും കഴിഞ്ഞപ്പോഴാണല്ലോ 2ാമത്തെ ഭാര്യയും മൊഴിയൊല്ലുന്നത്, ഡൈവോഴ്സ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് വരെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിണറായി സർക്കാർ വന്നപ്പോഴാണല്ലോ മറ്റേ ഹേമ കമ്മിറ്റീനെ വയ്ക്കുന്നത്. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് 4.5 കൊല്ലമായല്ലോ. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ റിപ്പോർട്ട് 4.5 കൊല്ലം മുമ്പ് കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയിരിക്കും. നിങ്ങളിത് വായിച്ചു നോക്കുമ്പോ നിങ്ങൾ തന്നെ സെൻസർ ചെയ്ത പേജുകളിൽ ഈ പേരില്ലേ, മുകേഷിന്റെ പേരില്ലേ? ഇതറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ 2ാമത് സ്ഥാനാർത്ഥിയാക്കി? അത് 2ാമത്തെ തെറ്റ്. 1ാമത് സ്ഥാനാർത്ഥിയാക്കിയത് 1ാമത്തെ തെറ്റ്. 2ാമത് സ്ഥാനാർത്ഥിയാക്കിയത് 2ാമത്തെ തെറ്റ്. ഈ പീഡനങ്ങളും 2 ഭാര്യമാരുടെ ഡൈവോഴ്സും കഴിഞ്ഞ വ്യക്തിയെ
പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാക്കി. അതെന്താ, ഇത് പ്രവർത്തന മേഖല ഡൽഹിക്ക് വ്യാപിപ്പിക്കാനോ? ഞാൻ തന്നെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞപ്പോ. കാരണം നിയമസഭയിലെ ഞങ്ങൾ ഒരുമിച്ച് 3 കൊല്ലം ഉണ്ടായി. നിയമസഭയിലെ പ്രസംഗം തന്നെ എഴുതി വായിച്ചുകൊണ്ട് വരുന്ന പ്രസംഗം. അവിടെ പോലും അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രസംഗിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥി, അത് ആർക്കെതിരായിട്ട്? പ്രേമേന്ദ്രനെതിരായി. പ്രേമേന്ദ്രനാണെങ്കിൽ പ്രേമേന്ദ്രന്റെ തല്ലോ തടവലോടോ ഇല്ലാതെ ഒരു ബില്ലും പാർലമെന്റിൽ ഇതുവരെ പാസാക്കിയില്ല. അത്രയും പ്രഗത്ഭനായിട്ടുള്ള പാർലമെന്റേറിയനായിട്ടുള്ള പ്രേമേന്ദ്രനെതിരെ അസംബ്ലിയിൽ പോലും എഴുതി നോക്കി വായിക്കുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഏതായാലും ജനങ്ങൾക്ക് അപ്പോഴേക്ക് ഇയാളെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭംഗിയായി തോൽപ്പിച്ചു. അപ്പൊ ഇത് 2 കേസുകളും അറിയാവുന്ന പിണറായി 2 തവണ 2 ഭാര്യമാർ ഡൈവോഴ്സ് ചെയ്തു പോയൊരു വ്യക്തി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടൊരു വ്യക്തി, അയാളെ വീണ്ടും പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ 4 കൊല്ലത്തെ അടയിരുന്നതെന്നുള്ളതിന്റെ രഹസ്യം മനസ്സിലായി. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോ പിണറായിക്ക് അറിയാം അദ്ദേഹത്തിന്റെ 2 വിശ്വസ്തർ അകത്താവും, മുകേഷും സിനിമാ സംവിധായകൻ രഞ്ജിത്തും. ഈ രഞ്ജിത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. പക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നതിനെ തുടർന്നാണ് തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പൊ ഈ 2 പേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ബന്ധമൊന്നുമില്ല, പിണറായിയുടെ 2 വിശ്വസ്തരാണ്. ഇത് മൂടി വയ്ക്കാനാണ് 4.5 കൊല്ലം ഈ റിപ്പോർട്ടിന്റെ മേലെ പിണറായി അടയില്. ഇപ്പോ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു. പുറത്തുവിടേണ്ടി വന്നപ്പോഴും മുകേഷിന് ഉൾപ്പെടെയുള്ള പേര് പുറത്തു വന്നില്ല. കാരണം ഗവൺമെന്റ് മനഃപൂർവ്വം റിപ്പോർട്ട് പുറത്തു കാണിച്ചില്ല, ആ ഭാഗം മാറ്റിവെച്ചു. പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരുപാട് നടിമാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണ് മേൽപ്പറഞ്ഞൊരു നടി, ഇപ്പൊ ഒരു എരയുടെ സ്ഥാനമായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, ഞാനിപ്പോ പരാതിക്കാരിയാകുമ്പോ എരയുടെ സ്ഥാനത്തായി. അവര് പറഞ്ഞെന്താ, മുകേഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ അന്നത്തെ ചാനലില് മുകേഷ് പറഞ്ഞത് എല്ലാരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഏതാ ഈ നടി? എനിക്കറിയില്ല. ആദ്യ ദിവസത്തെ പ്രതികരണം, എനിക്കറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് എങ്ങനെയാണ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോ 1 ലക്ഷത്തിന്റെ കഥയായിട്ട് ഇറങ്ങി? ആദ്യ ദിവസം നീ നടിയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് 2ാം ദിവസം എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, 1 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു എന്നുള്ള കഥ ഉണ്ടാക്കിയത് ആരുമായിട്ട് ആലോചിച്ചിട്ടായി തിരക്കഥ ഉണ്ടാക്കി. അതിന്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞു, ഞാനൊരു മാർക്സിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കെതിരെ പരാതി വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അനുഭാവിയായിരുന്ന സിദ്ദീഖ് ഉണ്ടായിരുന്നല്ലോ കേസിലെ പ്രതി, അദ്ദേഹത്തിനെതിരായിട്ടും പീഡന കേസ് വന്നല്ലോ, ഞങ്ങൾ ആരെങ്കിലും ന്യായീകരിച്ചോ? ഇല്ല. മണിയമ്പിള്ള രാജു, അദ്ദേഹം തിരുവനന്തപുരത്ത് എന്റെ വീടിന്റെ അടുത്താണ്. ഞാൻ 2 തവണ മത്സരിച്ചപ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള. പക്ഷെ അദ്ദേഹം ഈ കേസിൽ പ്രതിയായപ്പോ അദ്ദേഹത്തിനെ ഞങ്ങൾ ന്യായീകരിച്ചില്ല. ഞങ്ങളുടെ അഡ്വക്കേറ്റ് സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരിൽ പരാതി വന്നപ്പോ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ആക്ഷൻ എടുത്തു. ഞാൻ ചോദിക്കട്ടെ, 7ഓളം ആളുകളുടെ പേരിൽ നിങ്ങളിപ്പോ സ്ത്രീ പീഡനം, ഭവനവേതനത്തിനൊക്കെ ചേർത്ത് കേസെടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താ ആരും അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ മുകേഷിന് കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ കിട്ടുന്നവരെ കാത്തിക്കും. ഞാൻ ചോദിക്കട്ടെ, ബാക്കി അതുപോലെ ഞങ്ങൾ പുറത്താക്കിയൊരു വിദ്വാനും സ്റ്റേ കിട്ടിയിട്ട് ഇന്നാണ് അതിന്റെ ഡേറ്റ്. ഈ 2 പേരൊഴികെ രഞ്ജിത്തിന് ഇതുവരെ ഒരു സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ, മറ്റുള്ളവർക്ക് സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ. അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാണ്? ഇവിടെ കോൺഗ്രസിന്റെ ചില MLA-മാരെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് M. വിൻസെന്റിനെതിരെ ആരോപണം വന്നപ്പോ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല. ഇങ്ങനെ വാർത്ത ചാനലിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം കോടതിയിൽ പോയിട്ട് ജാമ്യം എടുത്തു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ തൽക്കാലം മാറ്റി നിർത്തിയതാണ്. കോടതിയിൽ പോയപ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി.
രണ്ടാമത്, അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത മനസ്സിലാക്കണം. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അത് തന്നെയല്ലേ ഉണ്ടായി. നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീ അവർക്കെതിരെ ഒരു പരാതി കൊടുത്ത ആ നിമിഷം തന്നെ അവർ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞ ആ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അതായത് കോടതി ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നെന്താ? നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യാണ് മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ടോന്നറിയാം. ഇപ്പം ഭരണകക്ഷി MLAക്ക് ഒരു നിയമം, പ്രതിപക്ഷ MLAക്ക് വേറെ നിയമം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, UDF MLAമാർക്കെതിരായിട്ട് കേസെടുത്താരാ? LDF സർക്കാർ. മുകേഷിനെതിരായിട്ട് കേസെടുത്തതാരാ? LDF സർക്കാർ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? LDF സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപ്രിയ സത്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടി മുന്നോട്ട് വന്ന നടിമാരുടെ കംപ്ലൈന്റ് അനുസരിച്ചാണ് നിങ്ങൾ മുകേഷിനെതിരെ ഇപ്പൊ കേസെടുത്തത്. അപ്പൊ ഭരണകക്ഷി MLAക്കെതിരെ ഭരണകക്ഷി എന്ന കേസെടുക്കുമ്പോ രാജിവെക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നടന്നില്ലേ? അതും ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ, മൂപ്പർ എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വേറെ ചില ഷൂട്ടിങ്ങിന് ശ്രമം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ചില ആൾക്കാരെ കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നടന്ന് പൂശുന്നത് ആദ്യമായിട്ട് പോയി. അതിവിടെ കക്ഷി വടക്കാഞ്ചേരിയിലെ ഷൂട്ടിങ്ങിന് പോയി, അവിടെയും കയറി പിടിച്ചു. ഇനി ചില സ്ഥലത്ത് നടിമാരെ മാത്രമല്ല അവരുടെ അമ്മമാരെയും കയറി പിടിക്കും. അപ്പൊ ഇത് കാര്യമായി ചികിത്സിക്കേണ്ട ഒരു ഞരമ്പ് രോഗം. ഇതിനെ ചികിത്സിക്കുന്നതിന് പകരം ഈ വ്യക്തിയെ വെള്ളം പൂശാൻ സഖാവ് പിണറായി അങ്ങക്ക് നാണമില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അല്ല, ചെയ്ത പ്രവർത്തിയൊന്നും കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. ഇന്നലെ തന്നെ എന്തായിരുന്നു ഈ നേരത്തെ ടിവിയിലൊക്കെ എഴുതി കാണിച്ച് ADGP അജിത് കുമാറിനെ പിണറായി കൈവിട്ടു. അദ്ദേഹത്തിന് സസ്പെൻഷന്റെ 7 നിമിഷം ഉത്തരവിനായി കാത്തിരിക്കുന്നു. പകരം വെക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 10 മണിയായപ്പോ പറയാണ് അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ട്, എങ്ങനെ സസ്പെൻഷൻ മാത്രമല്ല ലോ ആൻഡ് ഓർഡർ നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അതിലെ ഏറ്റവും രസം, 5 അംഗ ടീമിനെ നിയോഗിച്ചപ്പോ അതിൽ DGP മാത്രമാണ് മേലെയുള്ള ഉദ്യോഗസ്ഥൻ. ബാക്കി 4 പേരും ഈ ആരോപണ വിധേയനായ ADGPയുടെ കീഴുദ്യോഗസ്ഥനാണ്. IG, DIG, SP. ഞാൻ ചോദിക്കുന്നത് പിന്നെ SIDയും കൂടെ ഒക്കെ വെച്ചായിരുന്നു ആരെങ്കിലും ചെയ്യാം. കാരണം പിണറായിക്ക് ഒരു സംശയമുണ്ട്, ഇപ്പോഴത്തെ DGPക്ക് ഈ അജിത് കുമാർ ഉള്ളിൽ ഇഷ്ടമല്ല. അതുകൊണ്ട് അത് എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലോ എന്ന് പേടിച്ച് അദ്ദേഹത്തിനെ നിയന്ത്രിക്കാനും പേടിപ്പിക്കാനും വേണ്ടിയാണ് 4 പിണറായി വിശ്വസ്തരെ വെച്ചിട്ടുള്ളത്. ഇത് അട്ടിമറിക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അജിത് കുമാറിനെ പറ്റി പൂരം കലക്കി. ഒരു പൂരം കലക്കി ഞാൻ അന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പൂരം കലങ്ങിയതിന് വിദ്യാർത്ഥി ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം കലക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല അന്തർധാരയുടെ ഭാഗമാണ്. ഇപ്പൊ സുനിൽകുമാർ പറയുന്നുണ്ട് എവിടെ റിപ്പോർട്ട് എവിടെയെന്ന്. അന്ന് വെച്ച കമ്മീഷൻ ഏത് ഏപ്രിൽ മാസത്തിൽ, ഇപ്പൊ മാസം 5 കഴിഞ്ഞു, റിപ്പോർട്ട് എന്താ പുറത്തു വരില്ല. ഏതായാലും ഞാൻ ഇന്നോ നാളെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുക, ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാൻ പോയി. ഞാൻ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അല്ലെങ്കിൽ ആ പൂരം നടക്കുന്ന വരെ മത്സരം UDF LDF പോയില്ലേ. തൃശൂർ പൂരത്തിന്റെ അന്ന് കാലത്ത് ഞാനും സുനിൽകുമാറും കാലത്ത് വൈകുന്നേരം വരെ പൂരപ്പറമ്പിലുണ്ട്. അവിടെ ഒന്നും കാണാത്ത സ്ഥാനാർത്ഥി പെട്ടെന്ന് വെടിക്കെട്ട് മുടങ്ങി എന്ന് പറഞ്ഞു ഉടനെ ഫീൽഡിൽ വരും. അതുവരെ പറഞ്ഞ് പുറം വേദനയാണാവും. അപ്പൊ എങ്ങനെയാ പുറമേനെ പോയോ? സേവാവാദിയുടെ ആംബുലൻസിലാണ് സ്പോട്ടിൽ. ഇതൊക്കെ ഒരു തെരഞ്ഞെടുത്ത രംഗങ്ങളല്ലേ? അതാരാ പറഞ്ഞ? അൻവറാ പറയുന്നത്. അൻവർ എന്ന് വെച്ചാൽ പിണറായിന്റെ വിശ്വസ്തനാണ്. ഒരു കാലത്ത് എന്റെയും വിശ്വസ്തനായിരുന്നു, പിന്നെ മാറി, പിന്നെയാണ് പിണറായിന്റെ കൂട്ടത്തിൽ പോയത്. അപ്പൊ അവിടെ ചെന്ന് പിണറായിക്ക് വേണ്ടി എല്ലാ വൃത്തിയോടും രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശം പറഞ്ഞൊരു വ്യക്തി ഇന്ന് പിണറായിയുടെ പോലീസിനെതിരായി പറയണമെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ജയതോ വികാരം? അതെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയണ്ട നാട്ടുകാർ.
അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭരണകക്ഷി MLA ഉത്തരവാദിത്തത്തോടെ ആരോപണം ഉന്നയിച്ചിട്ട് പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് പറയുമ്പോൾ പി ശശിയും അജിത് കുമാറും മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് എന്നുള്ളതിന്റെ വേറെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ, ഇനി ആരാണ് നിങ്ങളുടെ MLA? കൊല്ലത്താണോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ആ പെണ്ണുപിടിയനാണോ നിങ്ങളുടെ MLA എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സഹി കെട്ടിട്ടാണ് പാർട്ടി പറഞ്ഞത് രാജിവെക്കുന്നത് വരെ സമരം. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഇനി എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരുന്നിട്ട് കാര്യം? ഇനി നിങ്ങൾക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ചെല്ലുന്ന സ്ഥലത്തൊക്കെ പീഡന വീര എന്നുള്ള പേരിലാണ് ആൾക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന, സ്ത്രീകൾ ഉൾപ്പെടെ. അതുകൊണ്ട് ഈ നാണം കെട്ട പണിക്ക് നിൽക്കാതെ രാജിവെച്ച് പോയിക്കൂടെ. പക്ഷേ മിനിഞ്ഞാന്ന് മുതലൊരു സംഭവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല. യഥാർത്ഥ പ്രതിപക്ഷമാവാൻ വേണ്ടിയിട്ട് സമരം നടത്തുന്ന BJPക്കാര് ഇന്നലെ മുതൽ സമരമായിട്ട് അജിത് കുമാറിനെതിരെ സമരമായിട്ട് വരുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവര് കൊടി പിടിച്ചിട്ട് ഇപ്പൊ വരുന്നത്? എന്താ കാരണം? അവർക്കൊരു MP-നെ കിട്ടി, ഈ അജിത് കുമാർ കാരണം. പക്ഷേ സുരേന്ദ്രന് ആഗ്രഹമുണ്ട് കേട്ടോ നടത്തണം. സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ ഇഷ്ടമില്ലാത്ത ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ പാർട്ടി സമ്മതിക്കുന്നില്ല, അഖിലേന്ത്യാ നേതാക്കന്മാർ സമ്മതിക്കുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ജയരാജൻ എന്തിനാ പുറത്താക്കിയത്? നിങ്ങള് മറ്റേ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, പിണറായി അറിയാണ്ട് ജയരാജൻ ചർച്ച നടത്തും, പക്ഷെ സക്സസ് ആയി. അപ്പോഴാണ് അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയത്. മറ്റേ നേരത്തെ ഒരു ധാരണയ്ക്ക് വേണ്ടി ശ്രമിച്ചാണ് ജയരാജൻ മുഖേന, അത് നടന്നില്ല. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. അപ്പോഴൊരു കാര്യമുണ്ട്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിട്ടില്ല, സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. മാറ്റാത്തതിന്റെ കാരണം മാറ്റിയാൽ സത്യം പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് മുകേഷ് എന്തൊക്കെ കളി കളിച്ചാലും എന്തൊക്കെ അഭിനയം പഠിച്ചാലും ശരി, ഇതൊന്നും ഇവിടെ ചെലവാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നിങ്ങളെ അനുകൂലിക്കാൻ ആകെ കേന്ദ്രമന്ത്രി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ കേന്ദ്രമന്ത്രിയുടെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ അദ്ദേഹം പറയുന്ന ഒന്നും മറുപടി പറയേണ്ടെന്ന് വെച്ചാലാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയാണ്, ആദ്യം സുരേഷ് ഗോപിനെ ന്യായീകരിച്ച് പറഞ്ഞു, പിന്നെ പത്രക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അമ്മയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ അമ്മയെന്ന് ഇറങ്ങി വരുമ്പോ ചോദിക്കണം. നിങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ വീട്ടുകാര്യം ചോദിക്കണം. ചായക്കടയിൽ നിന്നാണ് നിങ്ങൾ ഞാൻ ഇറങ്ങി വരുന്നതെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കണം. ചായക്കടയിൽ നിന്നാണ് നിങ്ങൾ ഞാൻ ഇറങ്ങി വരുന്നത് കാണുന്നതെങ്കിൽ ചായക്കടയിലെ കാര്യം ചോദിക്കണം. അപ്പൊ ഞാൻ ആ വിദ്വാനോടൊന്ന് ചോദിക്കട്ടെ, അപ്പൊ ബലാത്സംഗത്തിനെ കുറിച്ച് എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ കഴിഞ്ഞിറങ്ങി വരുമ്പോഴാണ്. അല്ല, അങ്ങനെയാണല്ലോ, ഞാൻ അറിയാണ്ട് ചോദിക്കുക. കാരണം അമ്മേന്ന് ഇറങ്ങി വരുമ്പോ അമ്മയുടെ കാര്യം ചോദിക്കണം, കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കടയുടെ കാര്യം ചോദിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വീട്ടുകാരും ചോദിക്കണം. അപ്പൊ ബലാത്സംഗം ചോദിക്കട്ടെ എപ്പോഴാ? കഴിഞ്ഞു വരുമ്പോഴാ. ഇങ്ങനെയുണ്ടോ വിദ്വാന്മാര്? അപ്പൊ ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ പറയും, ഇപ്പൊ കുട്ടികളെയും കൊണ്ട് TV-ന്റെ മുമ്പിൽ ഇരിക്കാൻ നോക്കി. പണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോ പറയും മുതിർന്നവർക്ക് മാത്രം. നമുക്ക് വീട്ടിൽ കുട്ടികളെ അങ്ങനെ മാറ്റിയിരുത്താൻ പറ്റും? മുഴുവൻ പീഡനാണ്. ഓരോ ദിവസം ഓരോ നടിമാര് വന്നിട്ട് എന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു. പക്ഷെ കൊല്ലത്തുകാരൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എല്ലാ ദിവസവും അവരുടെ MLA ലൈവായിട്ടുണ്ട്, പക്ഷെ നല്ല കാര്യത്തിനല്ല, വികസന കാര്യത്തിനല്ല, മറ്റേ വികസനം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നത് വരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് നീങ്ങും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഉപവാസ സമരമെങ്കിൽ നാളെ വീണ്ടും സമരങ്ങളുമായിട്ട് രാജിവെക്കുന്നവരെ സമരം. അതാണ് കോൺഗ്രസിന്റെ നയം, അതാണ് UDF-ന്റെ നയം. ഈ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.